മലയാളികൾക്ക് അർജുന്റെ കുടുംബവും മനാഫും ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കേണ്ടത് വീടിനകത്ത് വെച്ചാണ്. അല്ലാതെ ഒരു കാര്യവുമില്ലാതെ നാട്ടുകാരെ മാധ്യമങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് മണിക്കൂറുകളോളം ഇരുന്ന് കുറ്റം പറയുന്നു. മനാഫിനെ ശരിക്കും പറഞ്ഞാൽ അളിയൻ അങ്ങനെ കുറ്റം പറയുന്നത് കാണാൻ ഞങ്ങളൊന്നും ആഗ്രഹിക്കുന്നേയില്ല. ഈ 2.5 മാസത്തോളം നിങ്ങൾക്കൊപ്പം ഒരേ മനസ്സോടെ ചേർന്ന് നിന്നവരാണ് മലയാളികൾ. അത് അർജുനനെ കണ്ടു കിട്ടാൻ വേണ്ടിയായിരുന്നു. കിട്ടി. അത് കഴിഞ്ഞപ്പോ നിങ്ങൾ തമ്മിലുള്ള ഈഗോ തീർക്കുന്നത് കാണാനും നിങ്ങളുടെ പട്ടിഷോ കാണാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല അളിയ. അളിയൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിച്ച് മനാഫിനെതിരെ പറഞ്ഞത് യൂട്യൂബ് തുടങ്ങി, പണം പിരിച്ചു, ട്രാൻസ്പോർട്ട് കമ്പനിക്ക് അർജുനന്റെ പേര് നൽകി, മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകുന്നു, കുട്ടിയെ ഏറ്റെടുത്തു എന്നൊക്കെയാണല്ലോ. മനാഫിനെതിരെ മാത്രമല്ല, ആ വെള്ളത്തിൽ മുങ്ങി താണോണ്ടിരുന്ന ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും അളിയന് പരാതിയുണ്ട്. അളിയ, ഇച്ചിരി വകതിരിവ് വേണ്ടേ? എന്തൊക്കെ മൈക്ക് കെട്ടി പറയാം, എന്തൊക്കെ വീടിനകത്ത് പറയാം എന്നൊക്കെ ഇച്ചിരി വകതിരിവ് ഒരു എല്ലാ അളിയന്മാർക്കും വേണ്ടതല്ലേ? മിനിമം വകതിരിവ്. അവരുടെ ഫാമിലി തന്നെ മനാഫിനോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഇനി ന്യൂസ് ചാനലിൽ ഇരുന്ന് പറയരുത്, അത് ഞങ്ങളെ വലിയ രീതിയിൽ ആക്രമിക്കുന്നുണ്ട്, സൈബർ ഇടങ്ങളിൽ നിന്ന് ദയവ് ചെയ്ത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ മനാഫി അത്